ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പി ആ നടനെ കൂടെ റാഞ്ചാനൊരുങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. മറ്റാരുമല്ല, അത് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയിലൂടെ ഇപ്പോൾ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായി ഒരുപക്ഷെ ഷാറൂഖ് ഖാനും മുകളിൽ ഈ ഘട്ടത്തിൽ നിൽക്കുന്ന അല്ലു അർജുനാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അല്ലു അർജുനെ തിരഞ്ഞു പിടിച്ച് കോൺഗ്രസ് സർക്കാർ തെലങ്കാനയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ വമ്പൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി.ജെ.പി. പോരാത്തതിന് അല്ലു അർജുന്റെ കുടുംബം അല്ലെങ്കിൽ അല്ലു അർജുന്റെ വീട് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ഓസ്മാനിയ യൂണിവേഴ്സിറ്റി ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിയിലെ 6 അംഗങ്ങളാണ് ഈ വീട് ആക്രമിച്ചിരിക്കുന്നത്. രേവന്ത് റെഡ്ഡിയാണ്, അല്ലെങ്കിൽ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ്, അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ്, തെലങ്കാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നാണ് ബി.ജെ.പി. പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പി. ലോക്സഭാംഗമായിട്ടുള്ള ഡി.കെ. അരുണയാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ആക്രമികൾ രേവന്ത് റെഡ്ഡിയുടെ മണ്ഡലമായ കൊഡാംഗ്ല മണ്ഡലത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് എന്നാണ് ഡി.കെ. അരുണ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഡിസംബർ 4-ാം തീയതി സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുൻ എത്താം എന്ന് പറയുന്നു. അല്ലു അർജുൻ അവിടെ എത്തിയപ്പോൾ അവിടെ വലിയ രീതിയിൽ അനിയന്ത്രിതമായിട്ടുള്ള ഒരു തിരക്കുണ്ടാകുന്നു. അല്ലു അർജുൻ സ്വാഭാവികമായിട്ടും അവിടെ ഇല്ലായിരുന്നു, തിയേറ്ററിനകത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ തിരക്കിൽപ്പെട്ട് ഒരു സ്ത്രീ മരണപ്പെടുന്നു. ആ സ്ത്രീയുടെ മകന് പരിക്കേൽക്കുന്നു. ശേഷം ആ മകന് മസ്തിഷ്ക മരണത്തിന് കീഴടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഡിസംബർ 13-ന് ചിക്കടപ്പള്ളി പോലീസ് അല്ലു അർജുനെ ജയിലിലിട്ടു. ശേഷം കോടതി രൂക്ഷമായി പോലീസിനെയും സർക്കാരിനെ വിമർശിക്കുന്നു. അല്ലു അർജുൻ ഇതിൽ എന്താണ് പങ്ക് എന്ന് ചോദിക്കുന്നു. അതിനുശേഷം 18 മണിക്കൂറിന് ശേഷം അല്ലു അർജുൻ ജയിൽ മോചിതനാകുന്ന കാഴ്ച നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നു. ഇതിൽ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് അല്ലു അർജുനെതിരെ നിരന്തരം കോൺഗ്രസ് സർക്കാർ, അവിടെയുള്ള രേവന്ത് റെഡ്ഡിയുടെ സർക്കാർ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പോരാത്തതിന് ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസിയുടെ സഹോദരനായിട്ടുള്ള അക്ബറുദ്ദീൻ ഒവൈസി അല്ലു അർജുനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലു അർജുൻ പറഞ്ഞു അത്രേ ഈ സ്ത്രീ മരണപ്പെട്ടതോടുകൂടി സിനിമ ഹിറ്റാകുമെന്ന് പറഞ്ഞു അത്രേ എന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു നിലപാടാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനും ഈ പാർട്ടിക്കും, അതായത് അക്ബറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്കും അല്ലു അർജുന്റെ പൊളിറ്റിക്കൽ പൊട്ടൻഷ്യലിനെ ഭയമാണ് എന്നുള്ളത് കൊണ്ടാണ്. ദക്ഷിണേന്ത്യയിലെ ഇവരുടെ വോട്ടുകൾ ചിതറിക്കാൻ അല്ലു അർജുന് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ആന്ധ്രാപ്രദേശിൽ മാത്രം നോക്കിയാൽ മതി, YSR കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ ഭരിച്ചുകൊണ്ടിരുന്നു. ജഗൻമോഹൻ റെഡ്ഡിയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയായിട്ടുള്ള ഷർമിളയാണ് അവിടുത്തെ കോൺഗ്രസിലെ തലപ്പത്തിരിക്കുന്നത്. അതേ കോൺഗ്രസ് ആണ് ഇപ്പോൾ അല്ലു അർജുനെ തെലങ്കാനയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൊനിഡേല അല്ലു കുടുംബങ്ങളാണ്. ആന്ധ്ര, തെലങ്കാന ഈ 2 സംസ്ഥാനങ്ങളെയും പ്രബല സിനിമാ വ്യവസായ കുടുംബങ്ങൾ എന്ന് പറയുന്നത്. ഈ 2 കുടുംബങ്ങളും രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്ത കുടുംബങ്ങളാണ്. പക്ഷേ ആന്ധ്രാപ്രദേശ് സർക്കാർ അധിക നികുതി സിനിമ കാണുന്നതിനും ഈ ചലച്ചിത്ര മേഖലയിൽ ചുമത്തിയതോടുകൂടി ഇവരിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനായി തീരുമാനിച്ചു. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ ചിരഞ്ജീവി അടക്കമുള്ളവർ ജഗൻമോഹൻ റെഡ്ഡിയെ കാണാൻ വരികയും ജഗൻമോഹൻ റെഡ്ഡി ചിരഞ്ജീവിയെ വളരെ വലിയ രീതിയിൽ അപമാനിച്ചിറക്കി വിടുന്നത് കാണുകയും ചെയ്തത് കൊണ്ടാണ് ചിരഞ്ജീവിയുടെ സഹോദരനായിട്ടുള്ള അനിയനായിട്ടുള്ള പവൻ കല്യാൺ ജനസേന പാർട്ടിയിലൂടെ അവിടെ YSR കോൺഗ്രസിനെ തറപറ്റിച്ച് അവരുടെ അടിത്തറ ഇളക്കി അവിടെ അധികാരത്തിലെത്തിയത്. ഇതോടുകൂടി തെലങ്കാനയിലിരിക്കുന്ന രേവന്ത് റെഡ്ഡി ഭീതിയിലായി. കാരണം അവിടെ പവൻ കല്യാൺ ആണെങ്കിൽ ഇപ്പുറത്ത് അല്ലു അർജുനാണ്. അല്ലു അർജുൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും, അതായത് ഇവിടെയുള്ള കോൺഗ്രസിന്റെയും അടിത്തറ പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമാകും എന്ന് രേവന്ത് റെഡ്ഡിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ രേവന്ത് റെഡ്ഡി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അല്ലു അർജുന്റെ ആ ഒരു നല്ല ഇമേജ് കരിവാരി തേക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. അല്ലു അർജുനെ ഇപ്പോഴേ താറടിച്ചില്ലെങ്കിൽ, ജനങ്ങൾക്കിടയിൽ അല്ലു അർജുനുള്ള സ്വാധീനവും ഇഴയടുപ്പവും തകർത്തില്ലെങ്കിൽ തങ്ങളുടെ നില നാളെ അല്ലു അർജുൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ പരിങ്ങലിലാകും എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് കിട്ടുന്ന അവസരങ്ങളെല്ലാം അല്ലു അർജുനെ തകർക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് അല്ലു അർജുന്റെ കേസിൽ ഇപ്പോൾ അക്ബറുദ്ദീൻ ഒവൈസി അടക്കം പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതേ കോൺഗ്രസ്, തെലങ്കാന കോൺഗ്രസ് നേതാവായിട്ടുള്ള തീൻമർ മല്ലണ്ണ എന്ന് പറയുന്ന ഒരു നേതാവ് അല്ലു അർജുനെതിരെ ഒരു പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. വീണ്ടും പരാതിയുമായിട്ട് ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് ഇതിലെ വസ്തുത എന്ന് പറയുന്നത്. ഈ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലു അർജുൻ സ്വിമ്മിംഗ് പൂളിൽ മൂത്രമൊഴിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പുഷ്പ 2 എന്ന് പറയുന്ന ഒരു സിനിമയിലെ സീനാണ്. ആ സീനിൽ പുഷ്പ എന്ന് പറയുന്ന കഥാപാത്രം സ്വിമ്മിംഗ് പൂളിൽ മൂത്രമൊഴിക്കുന്ന ഒരു സീനുണ്ട്. തൊട്ടടുത്ത
തൊട്ടടുത്തൊരു പോലീസുകാരൻ നോക്കി നിൽക്കുന്നു, ഇതിൽ അല്ലു അർജുനെതിരെ കേസെടുക്കണം എന്നാണ് ഈ മല്ലണ്ണ പറയുന്നത്. അല്ലു അർജുനെതിരെ കേസെടുക്കണമെന്ന് പറയുന്നതിന്റെ കാരണം പോലീസിന്റെ ആത്മവീര്യം ചോർത്തുന്ന രീതിയിൽ തൊട്ടടുത്തൊരു പോലീസുകാരൻ നോക്കി നിന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം നിൽക്കുന്ന അങ്ങനെ ഒരു സീൻ എടുക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലു അർജുൻ്റെ ഭാര്യയുടെ പിതാവ് എന്ന് പറയുന്നത് ഈ രേവന്ത് റെഡ്ഡി കോൺഗ്രസിലെ ഒരു വലിയ നേതാവാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ പുല്ലുവിലയാണ് കിട്ടുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഇപ്പം തന്നെ അവിടെ കലാപം പാർട്ടിക്കകത്ത് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഈ അവസരം മുതലെടുത്തുകൊണ്ട് അല്ലു അർജുനെ BJPയിലേക്ക് ആകർഷിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ അവിടെയുള്ള BJP നേതൃത്വം. അല്ലു അർജുൻ BJPയിലേക്ക് ഒരു ആഭിമുഖ്യം പ്രകടിപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ പുഷ്പ 1 എന്ന് പറയുന്ന സിനിമയ്ക്ക് അല്ലു അർജുന് ദേശീയ അവാർഡ് ലഭിച്ച അല്ലുവും BJPയുമായിട്ടുള്ള ബന്ധം രേവന്ത് റെഡ്ഡി അവിടെയുള്ള കോൺഗ്രസ് അടക്കമുള്ളവർ സംശയിച്ചു തുടങ്ങിയതാണ്. ഇടയ്ക്കിടയ്ക്ക് അല്ലു അർജുൻ പ്രശാന്ത് കിഷോറിനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അല്ലു അർജുൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമോ എന്നവരെ സംശയിച്ചതാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ BJP സജീവമായി അല്ലു അർജുനെ പരസ്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്നത്. നേരത്തെ ജൂനിയർ NTR BJPയുടെ കൂടെ വന്നിരുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, അദ്ദേഹം വലിയ പിന്തുണ അറിയിച്ചിരുന്നു. ഇത് വലിയ തിരിച്ചടിയായിരുന്നു മൊത്തത്തിലുള്ള ഈ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങൾക്ക്. അതുപോലെ അല്ലു അർജുൻ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം തങ്ങളുടെ കാര്യം തീരുമാനമാകും. ആന്ധ്രയിലെ പോലെ തെലങ്കാനയിലും കോൺഗ്രസ് അസ്തമിക്കും എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ് അല്ലു അർജുനെ ഇങ്ങനെയിട്ട് ആക്രമിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.